നിഗൂഢതയിലൂടെ ഭയപ്പെടുത്തുന്ന തുമ്പാട് വെറുമൊരു ഹൊറർ ചിത്രം മാത്രമല്ല, നിഗൂഢതയിലൂടെ പ്രേക്ഷകരെ ഭയപ്പെടുത്താൻ സാധിച്ച ഒരു ഹിന്ദി ചിത്രമാണ് തുമ്പാട്. ഇതിനെ ഒരു ഹൊറർ മൂവി എന്നതിനപ്പുറം സാമൂഹിക പ്രാധാന്യം കൈകാര്യം ചെയ്യുന്ന വിഷയം എന്ന രീതിയിലും ഈ സിനിമയെ പരിഗണിക്കാവുന്നതാണ്. അനിൽ ഭാർവെ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ തിരക്കഥാ രചന ആനന്ദ് ഗാന്ധിയോടൊപ്പം ചേർന്ന് ഭാർവെ തന്നെയാണ് നിർവഹിക്കുന്നത്. അപസർപ്പക കഥകൾക്ക് ദാരിദ്ര്യമില്ലാത്ത ഭൂപ്രദേശമാണല്ലോ ഭാരതം. തുമ്പാട് എന്നത് മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമപ്രദേശമാണ്. അവിടെ ബ്രിട്ടീഷ് ഭരണകാലത്ത് ജീവിച്ചിരുന്ന വിനായക് റാവു എന്ന കഥാപാത്രത്തിലൂടെയാണ് ഈ കഥ വികസിക്കുന്നത്. മൂല്യബോധമില്ലാത്തവന്റെ സമ്പത്തിനോടുള്ള ആർത്തിയും അതുപോലെ തന്നെ ധാർമ്മിക ബോധമില്ലാത്ത ജീവിതം എങ്ങനെയാണ് ഒരു മനുഷ്യനെ അതിന്റെ അധപ്പതനത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നുവെന്നും ഈ സിനിമ വരച്ചു കാട്ടുന്നു. ഹൊറർ ജോണറിൽ മേക്ക് ചെയ്ത ഈ സിനിമയ്ക്ക് ഒരു ഇന്ത്യൻ ടിപ്പിക്കൽ പ്രേതപ്പടത്തെ അപേക്ഷിച്ച് കാമ്പുള്ള കഥയും കെട്ടുറപ്പുള്ള തിരക്കഥയും ഉണ്ട്. ഈ സിനിമ ആരംഭിക്കുന്നത് സ്വർണത്തിന്റെയും ധാന്യത്തിന്റെയും പ്രതീകവും എല്ലാ ദേവന്മാരുടെയും മാതാവെന്ന് കരുതപ്പെടുന്ന ഒരു ദേവതയുടെ കഥ വിനായക് റാവു വിവരിക്കുന്നിടത്ത് നിന്നാണ്. ആ ദേവിയുടെ അത്യാഗ്രഹിയായ മകൻ ഹസ്തർ അവളുടെ സ്വർണമെല്ലാം സ്വന്തമാക്കി. പക്ഷേ ഹസ്തർ ധാന്യത്തിന് വേണ്ടി പോയപ്പോൾ മറ്റെല്ലാ ദേവന്മാരും കൂടെ ഒത്തുചേർന്ന് അവനെ നശിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ദേവി അവനെ ഗർഭപാത്രത്തിൽ അഭയം നൽകി രക്ഷിക്കുന്നു. തുമ്പാടിലെ നിവാസികൾ അവിടെ ആരാധനയ്ക്കായി ഒരു ഗംഭീര ക്ഷേത്രം പണികഴിപ്പിച്ചത് അവിടെയുള്ള ദേവന്മാർക്ക് ഇഷ്ടപ്പെടാതിരിക്കുകയും അതിൽ പ്രകോപിതരാവുകയും ആ ഗ്രാമത്തിൽ തുടർച്ചയായി മഴ പെയ്തുകൊണ്ടേയിരിക്കട്ടെ എന്ന് ശപിക്കുകയും ചെയ്യുന്നു. വിനായകന്റെ അമ്മ സമീന്ദറിന്റെ രണ്ടാം ഭാര്യയാണിപ്പോൾ. അദ്ദേഹത്തിന്റെ നിഗൂഢമായ നിധിയുടെ പങ്ക് തനിക്ക് ലഭിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. വിനായകും സഹോദരൻ സദാശിവവും വളരെ ദാരിദ്ര്യം നിറഞ്ഞ ഒരു പ്രത്യേക മുറിയിൽ ചങ്ങലയിട്ട വൃദ്ധയോടൊപ്പം താമസിക്കുന്നു. ആ വൃദ്ധയ്ക്ക് വിനായക ഭക്ഷണം നൽകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവർ ആ ഭക്ഷണത്തിന് പകരം അവനെ ഭക്ഷിക്കാനാണ് ശ്രമിച്ചത്. സമീന്ദാറും സദാശിവും മരണപ്പെട്ട ശേഷം വിനായകും അമ്മയും പൂനെയിലേക്ക് പോകുന്നു. 15 വർഷങ്ങൾക്ക് ശേഷം വിനായക് സമീന്ദാറിന്റെ നിധി തേടി തുമ്പാടിലുള്ള തന്റെ വീട്ടിലേക്ക് തിരികെ വരുന്നു. ആ വൃദ്ധ ഇപ്പോഴും ശരീരത്തിൽ ഒരു മരം വളരുന്നു എന്ന അവസ്ഥയിൽ ജീവിക്കുന്നു. തന്റെ കഷ്ടപ്പാടുകൾ അവസാനിപ്പിച്ചാൽ നിധിയുടെ സ്ഥാനം വെളിപ്പെടുത്താമെന്ന് അവർ അവനോട് വാഗ്ദാനം ചെയ്യുന്നു. അവർ അവനെ ആ പ്രൗഢമായ മാളികയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ദേവിയുടെ ഗർഭപാത്രത്തിലേക്ക് കൊണ്ടുപോവുകയും നിധി എങ്ങനെ വീണ്ടെടുക്കാമെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഹസ്തറിന് ദേവിയുടെ ധാന്യം നിഷേധിക്കപ്പെട്ടതിനാൽ ഗർഭപാത്രത്തിനുള്ളിൽ യുഗങ്ങളായി ഇരുളടഞ്ഞ് വിശന്നിരിക്കുന്നു. വിനായക ഗർഭപാത്രത്തിലേക്ക് ഇറങ്ങിയതിനെ തുടർന്ന് ഹസ്തറിനെ ഒരു പാവ ഉപയോഗിച്ച് ആകർഷിക്കുന്നു. ശേഷം ഹസ്തറിന്റെ ശ്രദ്ധ തിരിയുമ്പോൾ അവന്റെ അരക്കെട്ടിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങൾ മോഷ്ടിച്ച് അവൻ കടന്നുകളയുന്നു. മോഷ്ടിച്ചെടുത്ത ധനം കൊണ്ട് വിനായക് സമ്പന്നനായി. അത് അത്യാഗ്രഹത്തിലേക്കും അധപതനത്തിലേക്കും വഴിവെച്ചു. ക്രമേണ അദ്ദേഹത്തിന്റെ കുടുംബജീവിതവും വഷളാകുന്നു. ഹസ്തറിന്റെ നാണയങ്ങൾ വീണ്ടെടുക്കാൻ ഒടുവിൽ അദ്ദേഹം മകൻ പാണ്ഡുരംഗിനെ പരിശീലിപ്പിക്കുകയും സഹായിയായി കൂടെ കൂട്ടുകയും ചെയ്യുന്നു. സ്വതന്ത്ര ഇന്ത്യയിൽ പുതിയതായി രൂപീകരിച്ച സർക്കാർ ഈ മാളിക കൈവശപ്പെടുത്തിയതായി വിനായക് മനസ്സിലാക്കുന്നു. മാളിക നഷ്ടപ്പെടുന്നതിന് മുൻപ് കഴിയുന്നത്ര സ്വർണം ശേഖരിക്കാമെന്ന പ്രതീക്ഷയിൽ വീണ്ടും തുമ്പാടിലേക്ക് വിനായക് വരികയാണ്. മനുഷ്യന്റെ ആവശ്യത്തിനുള്ള വിഭവങ്ങൾ ഈ ഭൂമിയിലുണ്ട്. എന്നാൽ ഒരാളുടെ പോലും ആഗ്രഹം നിറവേറ്റാനുള്ള അത്ര ഇല്ല എന്ന മഹാത്മാഗാന്ധിയുടെ വാചകം ഈ സിനിമയുടെ ആരംഭത്തിലെ എഴുതി കാണിക്കുന്നുണ്ട്. മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള വിഭവങ്ങൾ ഭൂമിയിലുണ്ട്, പക്ഷെ ഒരാളുടെ പോലും ആഗ്രഹം നിറവേറ്റാനുള്ള അത്ര ഇല്ല എന്ന മഹാത്മാഗാന്ധിയുടെ പ്രസിദ്ധമായ വാചകം ഈ സിനിമയുടെ ആരംഭത്തിലെ എഴുതി കാണിക്കുന്നുണ്ട്. ആ വാചകത്തിന് ഈ സിനിമയുടെ ആത്മാംശവുമായി ഇഴപിരിയാത്ത ബന്ധമുണ്ട്. സമ്പത്തിനോടുള്ള മനുഷ്യന്റെ തീരാത്ത ദാഹം എങ്ങനെയാണ് ബന്ധങ്ങളെയും സമൂഹത്തെയും കുടുംബത്തെയും ബാധിക്കുന്നതെന്ന് ഈ സിനിമ നമുക്ക് പറഞ്ഞു തരുന്നു. മകനുമായിട്ട് ചൂതാട്ട കേന്ദ്രത്തിൽ പോകുന്ന വിനായക് റാവുവിന്റെ ചിത്രം അദ്ദേഹം എത്രമാത്രം അധപതിച്ചു എന്നതിന്റെ സൂചന നൽകുന്നുണ്ട്. സദാചാരത്തിന്റെയും മാനുഷികതയുടെയും ആവിർഭാവം അദ്ദേഹത്തെ ഒടുക്കം നാശത്തിൽ കൊണ്ടെത്തിക്കുന്നു. ആ അർത്ഥത്തിൽ ഇതൊരു ഗുണപാഠ കഥ കൂടിയാണ്. പണത്തെ നമ്മൾ ഭരിക്കുന്നതാണ് ഉചിതമെന്നും പണം നമ്മളെ ഭരിക്കുന്നത് ഗുണകരമല്ലെന്നും ഈ കഥയിലൂടെ മനസ്സിലാക്കാം. വളരെ അസാധാരണവും ദൃശ്യപരമായി അതിശയിപ്പിക്കുന്ന കലാസൃഷ്ടിയാണെന്നും നിരൂപകർ പൊതുവെ ഈ ചിത്രത്തെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നു. സിനിമ എന്നത് പ്രധാനമായും ഒരു ദൃശ്യമാധ്യമമായി നിങ്ങൾ കരുതുന്നുവെങ്കിൽ ഉറപ്പായും നിങ്ങൾ ഈ സിനിമ കാണുക തന്നെ വേണം. ഈ സിനിമയിൽ ഇമാജിനേഷന്റെ സൗന്ദര്യവും ഭീകരതയും ഒരുപോലെ നിറഞ്ഞിരിക്കുന്നു. ഉറപ്പായും നിങ്ങൾ തിയേറ്റർ വിട്ടുപോയതിനു ശേഷവും ഈ സിനിമ നിങ്ങളെ പിന്തുടരും. ഇതിൽ ഏറ്റവും കൂടുതൽ അഭിനന്ദനം അർഹിക്കുന്നത് ഈ സിനിമയുടെ സംവിധായകനാണ്. ഒരു സാധാരണ ഹൊറർ ചിത്രമാകാമായിരുന്ന സബ്ജക്റ്റിനെ മറ്റൊരു തലത്തിലേക്കാണ് ഈ സിനിമ കൊണ്ടുപോകുന്നത്. ഭയം, ഫാന്റസി, നാടോടി കഥകൾ എന്നിവ സുഗമമായി കൂട്ടിച്ചേർത്ത് ഒരു മഹാദൃശ്യ വിസ്മയം തന്നെ ഈ സിനിമ ഒരുക്കിയിട്ടുണ്ട്. ഈ ചിത്രത്തിന്റെ തുടർഭാഗത്തിനായി അണിയറ പ്രവർത്തകർ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ചിത്രത്തിന്റെ രണ്ടാം ഭാഗം തിയേറ്ററിൽ എത്തുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ടൈറ്റിൽ ട്രാക്ക് രചിച്ചത് അജയ് അതുൽ, വരികൾ എഴുതിയത് ശേഖർ. നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ച ഈ സിനിമയുടെ DOP നിർവഹിച്ചത് പങ്കജ് കുമാറാണ്. ബോളിവുഡിലെ മുൻനിര ഛായാഗ്രാഹകനായ ഇദ്ദേഹം ഹൈദർ പോലുള്ള സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്. 113 മിനിറ്റോളം വരുന്ന ഈ സിനിമയുടെ എഡിറ്റിംഗ് സംയുക്ത കാസയാണ് നിർവഹിക്കുന്നത്. ഈ സിനിമ ആസ്വാദികരമായതിൽ എഡിറ്റിംഗിന് വളരെ വലിയ പങ്കുണ്ട്. 5 കോടി മുതൽ മുടക്കിൽ നിർമ്മിച്ച ഈ സിനിമ 15 കോടിക്ക് മേലെ മാസ്റ്റർ റിലീസിന് മാത്രം വരുമാനം നേടി. റിലീസ് ചെയ്തപ്പോൾ 38 കോടിയോളം രൂപയാണ് തിയേറ്റർ വരുമാനത്തിൽ നിന്ന് മാത്രം നേടിയത്.
വിവേകം നഷ്ടപ്പെട്ട വ്യക്തി സമ്പത്തുണ്ടാക്കാൻ വേണ്ടി ഏത് വഴിയും തിരഞ്ഞെടുക്കും. തിരഞ്ഞെടുത്ത വഴി നിയമവിധേയമാക്കിക്കൊണ്ട് ഭരണകൂടത്തെ സ്വാധീനിച്ചുകൊണ്ട് തന്റെ ആഗ്രഹ സഫലീകരണത്തിനായി ഏതറ്റം വരെയും പോകും. ഈ സിനിമ പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയവും അത് തന്നെയാണ്. ദാരിദ്ര്യവും അന്ധവിശ്വാസവും മൂലം ഒരു വ്യക്തിയുടെ അധപ്പതിച്ച ജീവിതം കൂടി വരച്ചു കാട്ടുന്നുണ്ട് ഈ സിനിമ. ഹൊറർ ഫാന്റസി ജോണർ മേക്കിങ്ങിൽ ഒരു സാമൂഹിക പ്രസക്തിയുള്ള വിഷയമാണ് ഈ സിനിമ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സാങ്കേതികപരമായും ഈ സിനിമ വളരെയേറെ മികവ് പുലർത്തുന്നുണ്ട് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തുകൊണ്ടും തികച്ചും പുതിയൊരു അനുഭവം പ്രേക്ഷകർക്ക് ഈ സിനിമ സമ്മാനിക്കുന്നു.